ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പുതിയ പ്രഭാതം കൂടെ കാണുവാൻ നമ്മളെ ഇടയാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഈ പുതിയ ദിവസത്തിലെ നമ്മുടെ വായന ഭാഗം സംഖ്യാപുസ്തകം 16 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന കുറിവാക്യം സംഖ്യാപുസ്തകം 13 അധ്യായം 16 വാക്യം. എന്നാൽ മോശെ നൂൻ്റെ മകനായ ഹോശേയയ്ക്ക് യോശുവ എന്ന് പേരിട്ടു. മോശയുടെ പിൻഗാമിയായിരുന്നു യോശുവ. എഫ്രയീം ഗോത്രത്തിൽ നൂൻ്റെ മകനായിരുന്നു യോശുവ. ഹോശേയ എന്നായിരുന്നു യോശുവയുടെ ആദ്യത്തെ പേര്. എന്നാൽ മോശെ അത് യോശുവ എന്നാക്കി മാറ്റുന്നുണ്ട്. യോശുവ എന്ന പേരിൻ്റെ അർത്ഥം യഹോവ രക്ഷയാകുന്നു എന്നതാണ്. കനാൻ ദേശം ഒറ്റുനോക്കുവാൻ പോയ ദൗത്യ സംഘത്തിലെ അംഗമായിരുന്നു യോശുവ. ഈ പേരും അർത്ഥവുമൊക്കെ യോശുവയുടെ വിശ്വാസ ജീവിതത്തെയും ആ ജീവിതത്തിൽ തനിക്ക് ദൈവത്തിൽ നിന്ന് നേടാനാകുന്ന അനുഗ്രഹത്തെയും തുറന്നു കാണിക്കുന്നുണ്ട്. കനാൻ ദേശം പിടിച്ചടക്കുവാൻ പോകുന്ന ഒരു കൂട്ടം ജനതയ്ക്ക് വേണ്ട ദൃഢനിശ്ചയം ഈ പേരിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മോശയുടെ പിൻഗാമിയായി ദൈവത്താൽ നിയമിതനായ ഇസ്രായേലിൻ്റെ തലവനുമായിരുന്നു യോശുവ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നായകനായിരുന്നു യോശുവ. ധാരാളം ശ്രേഷ്ഠതകൾ യോശുവയിൽ നമുക്ക് ദർശിക്കാമെങ്കിലും 2 കാര്യങ്ങൾ മാത്രം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, ദൈവത്തിൻ്റെ ആത്മാവുള്ള വ്യക്തിയായിരുന്നു യോശുവ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു യോശുവ. 40 വർഷത്തിന് ശേഷം യോർദാൻ ഇക്കരെ വെച്ച് മോശയുടെ പിൻഗാമിയായി ദൈവം യോശുവയെ തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ ആത്മാവുള്ള പുരുഷൻ എന്ന കാരണത്താലാണ്. യഹോവയുടെ സഭ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആകാതിരിപ്പാൻ തക്കവണ്ണമാണ് അവർക്കൊരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. ജനങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണം, അഥവാ അവരെ നയിക്കണം, അവർക്ക് മുമ്പായി യാത്ര ചെയ്യണം. അങ്ങനെ ദൈവജനത്തെ നയിപ്പാനുള്ള ഈ നിയോഗത്തിൽ പുരോഹിതനായ എലയാസാറുമായി ഒന്നിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ഇവിടെ മോശയുടെ മരണത്തിന് മുമ്പ് തന്നെ യോശുവയെ നേതൃത്വത്തിനു വേണ്ടി സജ്ജമാക്കുന്നതാണ് ആവർത്തന പുസ്തകം 31 അധ്യായം 14 വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായി സാധിക്കുന്നത്. സഭയെ നയിക്കണമെങ്കിൽ, അഥവാ നേതൃസ്ഥാനം വഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ഉണ്ടായിരിക്കണം. ഞാനും എൻ്റെ ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം, അഥവാ ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന അനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമതായിട്ട്, ജ്ഞാനാത്മപൂർണനായ വ്യക്തി. ഒരു ജനകീയ നേതാവിൻ്റെ അവശ്യ ഗുണങ്ങളെല്ലാം തന്നെ ദൈവം യോശുവയ്ക്ക് നൽകിയിരുന്നു. ബലവും ധൈര്യവും ഉള്ളവനായിരിക്കുക, ദൈവിക വാഗ്ദാനങ്ങൾ വിശ്വസിക്കുക, ദൈവം ജനങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ അവരെ നയിക്കുക, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഊർജം സമ്പാദിക്കുക. ഈ ഗുണങ്ങളെല്ലാം യോശുവയിൽ ഒന്നിച്ചു വന്നപ്പോൾ അദ്ദേഹം ജ്ഞാനാത്മപൂർണനായി തീർന്നു. ആവർത്തന പുസ്തകം 34 അധ്യായം 9 വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: നൂൻ്റെ മകനായ യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നത് കൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു എന്ന്. അതിലൂടെ ഇസ്രായേൽ ജനങ്ങൾ മുഴുവനായി അദ്ദേഹത്തെ അനുസരിക്കുവാൻ ഇടയായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഇന്നത്തെ നേതൃത്വത്തിൽ വിളങ്ങേണ്ട ശ്രേഷ്ഠതകളാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഓരോ ക്രിസ്ത്യാനികളും അഥവാ വിശ്വാസികളും യോശുവയെപ്പോലെ ജീവിക്കുവാനായി ശ്രമിക്കുക. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയ കർത്താവേ, അവിടുത്തെ ആത്മാവിനാൽ ദിനംതോറും നയിക്കപ്പെടുവാനും ജ്ഞാനപൂർണരായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.